സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലനും കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയും തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലും ചേരും. ആദ്യം മിഥില ബാലനിലേക്കാണ് കോഴിക്കോട് നിന്ന് മിഥില ചേരുകയാണ്. മിഥില, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണല്ലോ പ്രവചനം. എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത്. മാത്രമല്ല, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണുള്ളത്. ഇവിടങ്ങളിൽ ഇന്നും നാളെയും അംഗനവാടി, മദ്രസ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലബാറിലെ മറ്റ് ജില്ലകൾ എടുക്കുകയാണെങ്കിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ചാറ്റൽ മഴയാണ്. പക്ഷേ വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും മഴ എന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണുള്ളത്. രാത്രി നല്ല മഴയുണ്ടായിരുന്നു. മുന്നറിയിപ്പ് എന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ മഴ ഉണ്ടായ സമയത്തുള്ളതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വിലങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തീവ്ര ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. കാരണം മണ്ണിടിച്ചിൽ സാധ്യത അവിടെ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മലയോര മേഖലകളിലുള്ള ആളുകൾക്കും പുഴയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും എല്ലാം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനിയും മനീഷ് മഹിപാലുമുണ്ട്, ആൻമരിയ സണ്ണിയുമുണ്ട്. മനീഷിലേക്കാണ്. മനീഷ്, ഈ കനത്ത മഴ തുടരും എന്നുള്ള കാലാവസ്ഥാ പ്രവചനമുണ്ട് തെക്കൻ കേരളത്തിൽ. പക്ഷേ ഈ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ്. എങ്ങനെയാണ് നിലവിൽ സംസ്ഥാനത്തെ സാഹചര്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആൻമരിയ സണ്ണി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, ഈ മധ്യകേരളത്തിൽ മഴയുണ്ടോ? ജില്ലകളിൽ എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ആൻമരിയ. മധ്യകേരളത്തില് രാത്രി മുതൽ പെയ്യുന്ന മഴയാണ്. അത് കൊച്ചി നഗരത്തിലേക്ക് വരികയാണെങ്കിൽ ചെറിയ രീതിയിൽ, രാവിലെയിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. നേരിയ രീതിയിൽ ഇപ്പം മഴ തോർന്നു നിൽക്കുകയാണ്. പക്ഷേ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ജില്ലകളിലെല്ലാം. അതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത അത് തള്ളാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് തീരദേശ മേഖലകളിലേക്കാണ്. തീരദേശ മേഖലകൾക്ക് ഇന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെയാണെങ്കിൽ പോലും രീതിയിലുള്ള ഒരു അതീവ ജാഗ്രത നിർദ്ദേശം തീരദേശ മേഖലകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ആ മേഖലകളിലേക്ക്, അത് കണ്ണമാലി, നായരമ്പലം പോലെയുള്ള ഭാഗങ്ങളിലേക്ക് അതിശക്തമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായിരുന്നു. ആ ഒരു കടലാക്രമണ ഭീതിയിലും അതിനൊപ്പം തന്നെയുള്ള കാറ്റും അതുമായിരുന്നു ഇന്നലെ തീരദേശ മേഖലകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മുനമ്പം മുതലുള്ള ഭാഗങ്ങളിൽക്കാണ് ഈ ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാറക്കൽ ഭാഗങ്ങളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഈ തീരദേശ മേഖലകളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു പ്രദേശങ്ങളിലെ ആളുകളെയെല്ലാം നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനി കണ്ണമാലി, നായരമ്പലം ഭാഗത്താണ്. അവിടെ കടലാക്രമണം അതീവ രൂക്ഷമാവുകയാണ് എങ്കിൽ ഇന്ന് ക്യാമ്പുകൾ തുറക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് അതിനോടനുബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം അത് ഇന്നത്തെ ഒരു അന്തരീക്ഷം പോലെയായിരിക്കും ഇരിക്കുന്നത്. കാരണം ഇന്നലെ ആ ഭാഗങ്ങളിലേക്ക് ഇന്നലെ അതീവ ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു കടലാക്രമണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പുകൾ തുറക്കുന്നതിൽ ഇന്നലെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. എറണാകുളം നഗരത്തിലേക്ക് വരികയാണ് എങ്കിൽ നഗരത്തില് മഴ രാവിലെ നേരിയ രീതിയിൽ തോർന്നു നിൽക്കുകയാണ്. പക്ഷേ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതും ഇന്നലെ രാത്രി കണ്ട മഴയുമാണ് എങ്കിൽ അത് ഇനിയും പെയ്യും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. എറണാകുളം ജില്ലയുടെ ചില പ്രദേശങ്ങളിൽ മാത്രം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കാണുമ്പോൾ അത് വെള്ളക്കെട്ടുകൾ ആദ്യം രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിലും പിന്നെ അത് തോർന്നു നിൽക്കുന്നത്, അത് വെള്ളക്കെട്ടുകൾ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലൊരു ഭയം അത് ആവശ്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നതെങ്കിൽ എന്നാൽ പോലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ ജില്ലയുടെ വിനോദസഞ്ചാര മേഖലകൾ അതിൽ നിരോധനം നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മഴ ശക്തമാവുകയാണ് എങ്കിൽ വിനോദസഞ്ചാര മേഖലകളിൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയേണ്ടത് മലയോര മേഖലകളിലേക്കാണ്. മലയോര മേഖലകളിൽ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും അത് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ, ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അവർക്കെല്ലാം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
പെരിയാർ തീരത്തുള്ളവർക്ക് അത് ഈ ഡാമുകളിൽ വെള്ളം കൂടുകയാണ് എങ്കിൽ പല ഡാമുകൾ തുറക്കുന്ന ഒരു സാഹചര്യം, അതിന്റെ പല ഷട്ടറുകളും തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ പെരിയാർ നദീ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതാണ് മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം. ശരി, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാൽ ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളത്തിലെ അവസ്ഥ എന്താണ്? എന്തൊക്കെ പൊതുവായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളത്? ക്രിസ്റ്റീന, മഴ മുന്നറിയിപ്പിൽ രാവിലെ 10 മണിയോടുകൂടി തന്നെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരും. നിലവിലത്തെ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അനുസരിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട്. അതായത് വടക്ക് നിന്നും തെക്കോട്ടാണ് ഈ മഴയുടെ തീവ്രത കുറഞ്ഞു വരുന്നത്. താരതമ്യേന അങ്ങനെയാണ്. അതായത് യെല്ലോ അലേർട്ട് തെക്കൻ ജില്ലകളിലാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഇന്നത്തെ ദിവസം യെല്ലോ അലേർട്ടും, ഒപ്പം തന്നെ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും മധ്യ കേരളവും മലബാറും ഉൾപ്പെടെ കോഴിക്കോട്, വയനാട്, പാലക്കാട്, മലപ്പുറം, ഇനി കൊച്ചി, ഒപ്പം തന്നെ കോട്ടയം ജില്ലകളിൽ, പത്തനംതിട്ട വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കാണ് കൂടുതൽ മഴയുള്ളതെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും അടുത്ത ചൊവ്വാഴ്ച വരെ, ഇനി വരുന്ന 4 ദിവസത്തേക്ക് അതിശക്തമായ മഴ കേരളത്തിലെമ്പാടും ഏതാണ്ട് എല്ലാ ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മഴ മുന്നറിയിപ്പിൽ കാറ്റോട് കൂടിയ മഴയാണ് ഏറ്റവും അപകടകാരി. അതുകൊണ്ട് തന്നെ കാറ്റോട് കൂടിയ മഴയെ കരുതണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പെയ്ത മഴയിൽ ആദ്യഘട്ടത്തിൽ, ഈ കാലവർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പെയ്ത മഴയിലായിരുന്നു കാറ്റുണ്ടായിരുന്നത്. പിന്നീടുള്ള മഴയിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും കാറ്റ് അതിശക്തമായിരുന്നില്ല. പക്ഷേ ഇത്തവണ കാറ്റ് കൂടി അതിശക്തമാകും. അതിശക്തമായ കാറ്റുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി നൽകുന്നുണ്ട്. ഈ പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ കിഴക്കൻ മേഖല, പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജില്ലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തീരദേശ മേഖലയാണ്. തീരദേശ മേഖലയിൽ ഇന്നലെ മുതൽ തന്നെ കടൽക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ കനക്കുന്നതിന് അനുസരിച്ചാണ് കേരള തീരത്തും കർണാടകയിലും ലക്ഷദ്വീപിലും ഒക്കെ തന്നെ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്നതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക്, പൊന്തുവള്ളം ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് പോകാൻ നിലവിൽ അനുമതിയുള്ളത്. പക്ഷേ മഴ കൂടുതൽ ശക്തമാകുകയാണെങ്കിൽ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും പോകാൻ ഉള്ള നിയന്ത്രണം കൂടുതൽ ഏർപ്പെടുത്താനുള്ള സാധ്യത കൂടി ഉണ്ടെന്നാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രി വരെയും അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്നലെ ഇത്ര ദിവസം മുഴുവൻ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ മഴയില്ല. പക്ഷേ അന്തരീക്ഷം മേഘാവൃതമാണ്. ഏത് നിമിഷം വേണമെങ്കിലും അതിശക്തമായ മഴയുണ്ടാകാം. ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് എല്ലായിടത്തും അതിശക്തമായ മഴയുണ്ടാകും. എന്താണെങ്കിലും രാവിലെയോടുകൂടി തന്നെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് ലഭ്യമാകും. ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിബാൽ.